So hey guys, ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ ഞാൻ ഐഫോൺ 16ഉം സാംസങ് ഗാലക്സി S23 ആയിട്ടാണ് കമ്പയർ ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് മോട്ടറോള H60 Pro ഉണ്ട്. മോട്ടറോള H60 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐഫോൺ 16 എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. ഓക്കെ, പക്ഷേ അതിൻ്റെ മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ലേ. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ വലിയ മിസ്റ്റേക്സ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ബോക്സിൽ ചെയ്ത് എന്താണ് ഞാൻ മിസ്റ്റേക്ക് ചെയ്യണമെന്ന്, അപ്പോൾ ഞാൻ ഫ്യൂച്ചർ വീഡിയോയിൽ അത് ഞാൻ തിരുത്താൻ നോക്കാം. ആദ്യം ഡിസ്പ്ലേ ക്വാളിറ്റിനെ പറ്റി പറയാന്ന് വെച്ചാൽ മോട്ടറോള H60 Pro ഇസ് ദ ഓബ്വിയസ് വിന്നർ. ബിക്കോസ് ഐഫോൺ 16 നമുക്ക് ഫുൾ HD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. മോട്ടറോള H60 Proയിൽ നമുക്ക് 1.5K ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അപ്പോൾ മൾട്ടിമീഡിയ കണ്ടൻസോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് മോട്ടറോള H60 Pro ആണ്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട് മോട്ടറോള H60 Proയിൽ. അതേ സമയത്ത് 16 നമുക്ക് 60 Hz റിഫ്രഷ് റേറ്റ് ആണ് കിട്ടുന്നത്. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് മോട്ടറോള H60 Proയിൽ ഫ്ലിക്കർ പ്രിവെൻഷൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ബേസിക്കലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇരുട്ടത്തൊക്കെ ഫോൺ നോക്കില്ലേ, ഫോൺ പ്രിവെൻഷൻ ഇല്ലാത്ത ഫോണിൽ നമ്മൾ ഇരുട്ടത്ത് ഫോൺ നോക്കുമ്പോൾ കണ്ണ് പെട്ടെന്ന് ടയർഡാവും. അതേ സമയത്ത് ഫ്ലിക്കർ പ്രിവെൻഷനുള്ള ഫോണിൽ നമ്മൾ ഇരുട്ടത്തൊക്കെ ഫോൺ നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് ടയർഡ് ആവില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയ ഒരു ഫീച്ചറാണ് തോന്നിയിരിക്കുന്നത്. അത് ഐഫോൺ 16 ഇല്ല, പക്ഷേ മോട്ടറോള H60 Proയിലുണ്ട്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേ മോട്ടറോള H60 Pro ഇസ് ദ ക്ലിയർ വിന്നർ. ഇപ്പോൾ സ്പീക്കർ ക്വാളിറ്റിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ മോട്ടറോള H60 Proയിലും ഐഫോൺ 16ലും നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് കിട്ടുന്നത്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെന്ന് വെച്ചാൽ രണ്ടിലും സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഐഫോൺ 16ൻ്റെ സ്പീക്കറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മോട്ടറോള H60 Proൻ്റെ സ്പീക്കർ മോശമാണെന്നല്ല പറയണത്, അവിടെയും ചെറുതായിട്ട് ബേസൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ ആ റിച്ച്നെസ് ഉണ്ടല്ലോ സൗണ്ടിൻ്റെ, അത് ഐഫോൺ 16ലാണ് കിട്ടുന്നത്. ഇപ്പോൾ മൾട്ടിമീഡിയ കണ്ടൻറ്റ്സ് ലൈക്ക് മൂവീസ്, സീരീസിലെയും പാട്ടൊക്കെ വല്ലതും കേൾക്കുകയാണെന്ന് വെച്ചാൽ ഐഫോൺ 16ൻ്റെ സ്പീക്കറിലാണ് കുറച്ചും കൂടി നമ്മൾ എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സോ ഇൻ ടേംസ് ഓഫ് സ്പീക്കർ ക്വാളിറ്റി ഐഫോൺ 16 ഈസ് ദ ക്ലിയർ വിന്നർ. പെർഫോമൻസിനെ പറ്റി പറയാന്ന് വെച്ചാൽ മോട്ടറോള H60 Pro വേഴ്സസ് ഐഫോൺ 16 ഈസ് ദ ക്ലിയർ വിന്നർ. പക്ഷേ ഇവിടെ മോട്ടറോള H60 Proയിൽ നമുക്ക് അത്യാവശ്യം ഡീസൻ്റായ പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ സോഫ്റ്റ്വെയറിൽ ചെറുതായിട്ട് ഓപ്റ്റിമൈസേഷൻ വേണം മോട്ടറോള H60 Proയിൽ. ബിക്കോസ് ഇവിടെ ഞാൻ കുറച്ച് ഹെവി ടാസ്കോ ചെയ്യില്ല. ഹെവി ടാസ്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ലാഗ് ചെയ്യുന്നുണ്ട്. അതേമാതിരി ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ക്ലോസ് ചെയ്യുക, പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ആ ജിറ്ററൊക്കെ കാണാൻ കിട്ടുന്നുണ്ട്. പിന്നെ അതേമാതിരി നമ്മൾ ക്യാമറയിൽ ഫോട്ടോസ് എടുക്കില്ലേ, ഫോട്ടോസ് എടുത്തിട്ട് ആ പ്രോസസ്സിങ് ഉണ്ടാവുമല്ലോ, ആ പ്രോസസ്സിങ്ങിന് ഒരു 3 to 4 seconds എടുക്കുന്നുണ്ട്. ഈവൻ ഇറ്റ് ഹാസ് UFS 4.0 സ്റ്റോറേജ്. ഓക്കെ, അപ്പോൾ ആ ചെറിയ ഓപ്റ്റിമൈസേഷൻ്റെ കുറവുണ്ടെന്നല്ലാതെ വേറെ വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഐഫോൺ 16ലും ചെറിയ ബഗ്സൊക്കെ കാണാൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നല്ല സ്മൂത്തായ പെർഫോമൻസ് ആണ് എനിക്ക് ഐഫോൺ 16ൽ കിട്ടുന്നത്. ഡേ ടു ഡേ യൂസേജ് ഒരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല ഐഫോൺ 16. ഇതുവരെ ലാഗോ ഹാങ്ങോ ഇതുവരെ എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ല. പിന്നെ ഗെയിമിങ്ങിനെ പറ്റി പറയുമ്പോൾ മോട്ടറോള H60 Proയിൽ ഈ ഫോൺ ലോഞ്ച് ആയപ്പോൾ നമുക്ക് 60 FPS BGMI കളിക്കാൻ പറ്റിയിരുന്നത്. പക്ഷേ ഇപ്പോൾ സെക്കൻഡ് അപ്ഡേറ്റ് വന്നതിന് ശേഷം നമുക്ക് 120 FPS കളിക്കാൻ പറ്റുന്നുണ്ട്. അതേ സമയത്ത് ഐഫോൺ 16ൽ നമുക്ക് 60 Hz റിഫ്രഷ് റേറ്റ് ആയതുകൊണ്ട് നമുക്ക് 60 FPS BGMI കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിക്കാൻ പറ്റുള്ളൂ. ആ ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട് ഐഫോൺ 16ൽ. പക്ഷേ ഐഫോൺ 16ൽ ഈ 60 FPS കിട്ടുന്നുണ്ടല്ലോ, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ മോട്ടറോള H60 Proയിൽ നമുക്ക് 120 FPS കിട്ടുന്നുണ്ട് BGMIയിൽ. പക്ഷേ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഐഫോൺ 16 ഈസ് ദ ക്ലിയർ വിന്നർ ഇൻ ദ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ബാറ്ററി ലൈഫിനെ പറ്റി പറയാന്ന് വെച്ചാൽ മോട്ടറോള H60 Pro ഈസ് ദ ക്ലിയർ വിന്നർ. ഇവിടെ നമുക്ക് 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 6000 mAh ബാറ്ററി ആയതുകൊണ്ടല്ല പറയണത്. ഇവിടെ മോട്ടറോള ഈ 6000 mAh ബാറ്ററി നന്നായിട്ട് ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് കുറേ 6000 mAh ബാറ്ററിയുള്ള ഫോണുകളുണ്ട്. എത്രയ്ക്ക് നല്ല ഓപ്റ്റിമൈസേഷൻ എനിക്ക് വേറെ ഫോണിലൊന്നും കാണാൻ കിട്ടിയിട്ടില്ല ഇൻ ടേംസ് ഓഫ് ബാറ്ററി ലൈഫ്. ഇപ്പോൾ എൻ്റെ യൂസേജ് അറിയാമല്ലോ, വൈഫൈ, മൊബൈൽ ഡാറ്റ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടാണ് യൂസേജ്. പിന്നെ ആ യൂസേജിൽ നോക്കുമ്പോൾ എനിക്ക് 1.5 days ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീൻ ഓൺ ടൈം കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് 1.5 days ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. അതേ സമയത്ത് ഐഫോൺ 16ലും അത്യാവശ്യം ഡീസൻ്റായ ബാറ്ററി ലൈഫ് തന്നെയാണ് കിട്ടുന്നത്. എനിക്ക് ഒരു ദിവസത്തെ ബാറ്ററി ലൈഫ് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് ഐഫോൺ 16ൽ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ബാറ്ററി ലൈഫ് മോട്ടറോള H60 Pro ഇസ് ദ ക്ലിയർ വിന്നർ. ഇനിയിപ്പോൾ ചാർജിങ് സ്പീഡിനെ പറ്റി പറയാന്ന് വെച്ചാൽ മോട്ടറോള H60 Proയിൽ നമുക്ക് 90 വാട്ടിൻ്റെ ചാർജർ ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5% to 100% ആവാം. 1 hour 5 minutes അല്ലെങ്കിൽ 1 hourൻ്റെ ഉള്ളിൽ ചാർജ് ആവും. അതേ സമയത്ത് ഐഫോൺ 16ൽ നമുക്ക് ചാർജറൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ ഐഫോൺ 16ൻ്റെ ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ
1.5 hours പിടിക്കുന്നുണ്ട് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ചാർജിങ് സ്പീഡ് മോട്ടോറോള എച്ച് 60 Pro ഇസ് ദ വിന്നർ. ഇനിയിപ്പോൾ ക്യാമറ ക്വാളിറ്റീനെ പറ്റി പറയാന്ന് വെച്ചാൽ നമുക്ക് മോട്ടോറോള എച്ച് 60 Proയിൽ എൻഹാൻസ് ചെയ്തിട്ടും ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതേമാതിരി ഐഫോൺ 16 നമുക്ക് വൈബ്രൻ്റ് ആയിട്ടും ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നാച്ചുറൽ ഫോട്ടോസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയണത്. ഇൻ നാച്ചുറൽ ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നമുക്ക് രണ്ട് ഫോണിലും നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ മോട്ടോറോള എച്ച് 60 Proയിൽ നമുക്ക് എക്സ്ട്രാ ടെലിഫോട്ടോ ലെൻസ് കിട്ടുന്നുണ്ട്. 3x മോഡിൽ നമുക്ക് പോർട്രേറ്റ് ഷോട്ട്സ് എടുക്കാൻ പറ്റും. അപ്പോൾ അതേമാതിരി നമുക്ക് ഐഫോൺ 16 നമുക്ക് ടെലിഫോട്ടോ ലെൻസ് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് പോർട്രേറ്റ് മോഡിൽ ഡിഫോൾട്ടായി കിടക്കുന്നത് 1x ആൻഡ് 2x ആണ്. അപ്പോൾ കുറച്ചും കൂടി സൂമാക്കി നമുക്ക് 3xൽ പോർട്രേറ്റ് ഷോട്ട്സ് എടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ കുറച്ചുകൂടി ഷാർപ്പായ ഇമേജസ് മോട്ടോറോള എച്ച് 60 Proയിലാണ് കിട്ടുന്നത് ഈ പോർട്രേറ്റ് ഷോട്ട്സ് എടുക്കുമ്പോൾ. പിന്നെ ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നമുക്ക് രണ്ട് ഫോണിലും നല്ല ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. ഇറ്റ് ഹാസ് എ ഡെഡിക്കേറ്റഡ് 10 MP ടെലിഫോട്ടോ ലെൻസ്. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറേനെ പറ്റി പറയാന്ന് വെച്ചാലും വൈഡ് ആംഗിൾ ക്യാമറയിൽ മോട്ടോറോള എച്ച് 60 Proയിലാണ് കുറച്ചുകൂടി ഷാർപ്പായ ഇമേജസ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയാന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറ എനിക്ക് ഐഫോൺ 16 എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മോട്ടോറോള എച്ച് 60 Proയിലത്തെ ഫ്രണ്ട് ക്യാമറയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. 50 MP ക്യാമറയാണ്. പിന്നെ കുറച്ചും കൂടി ഷാർപ്പായ ഇമേജസാണ് മോട്ടോറോള എച്ച് 60 Proയിൽ എടുക്കുന്നത്. പക്ഷേ ലോ ലൈറ്റ് കണ്ടീഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഐഫോൺ 16 ക്യാമറയും കുറച്ചും കൂടി ഇഷ്ടപ്പെടുക. ഇപ്പോൾ ആരാണ് വിന്നർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബാലൻസ്ഡ് ആയ ക്യാമറ വേണം എല്ലാ കണ്ടീഷൻസിലും. ലൈക്ക് ഡേ ലൈറ്റ് കണ്ടീഷൻസ് ആയിക്കോട്ടെ, ലോ ലൈറ്റ് കണ്ടീഷൻസ് ആയിക്കോട്ടെ, എങ്ങനത്തെ കണ്ടീഷൻസ് ആയാലും ഒരു ബാലൻസ്ഡ് ആയ ക്യാമറ വേണമെങ്കിൽ ഐഫോൺ 16 ഇസ് ദ വിന്നർ. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു പോർട്രേറ്റ് ഷോട്ട്സ് എടുക്കണം, പിന്നെ സൂമായ ഫോട്ടോസ് എടുക്കണം, പിന്നെ നല്ലൊരു അൾട്രാ വൈഡ് ക്യാമറ വേണം. അൾട്രാ വൈഡ് ക്യാമറയിൽ നല്ല ഷാർപ്പായ ഇമേജസ് വേണം. അതേമാതിരി ഫ്രണ്ട് ക്യാമറയും കുറച്ചുകൂടി നല്ല ക്യാമറ വേണമെങ്കിൽ മോട്ടോറോള എച്ച് 60 Pro ഇസ് ദ വിന്നർ. മോട്ടോറോള എച്ച് 60 Proനെ പറ്റി പറയാന്ന് വെച്ചാൽ അത്യാവശ്യം ഡീസൻ്റ് ആയ ക്യാമറയാണ്. ലോ ലൈറ്റ് കണ്ടീഷൻസിൽ ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്യും. പിന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് കിട്ടുന്നുണ്ടല്ലോ, ലൈക്ക് ടെലിഫോട്ടോ ലെൻസിൽ, പിന്നെ അതേമാതിരി സൂം ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മോട്ടോറോള എച്ച് 60 Pro നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഐഫോൺ 16 നമ്മളൊരു ഫോട്ടോ എടുക്കില്ല, ആ ഫോട്ടോ ഇങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നെറ്റ്വർക്ക് ക്വാളിറ്റീനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇവിടെ കോൾ ക്വാളിറ്റി രണ്ടിലും ഡീസൻ്റ് ആണ്. കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഐഫോൺ 16 കോൾ ക്വാളിറ്റിയാണ്. അതേമാതിരി കോൾ റെക്കോർഡിങ്ങിനെ പറ്റി പറയാന്ന് വെച്ചാൽ രണ്ടിലും നമുക്ക് കോൾ റെക്കോർഡിങ് ചെയ്യാൻ പറ്റും. പക്ഷേ രണ്ടിലും നമ്മൾ കോൾ റെക്കോർഡിങ് ചെയ്യാന്ന് വെച്ചാൽ വാർണിംഗ് പോവും നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുകയാണെന്ന്. അത് ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട് രണ്ട് ഫോണിലും, സാംസങ്ങിൻ്റെ മാതിരിയല്ല. ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് മോട്ടോറോള എച്ച് 60 Proയും ഐഫോൺ 16 സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്തപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്